Hello guys, welcome back. ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഏറ്റവും മോനെ എത്ര കാലത്തിന് ശേഷമാണ് ഗൈസ് ആ ഇൻട്രോ എടുക്കുന്നത്. കാരണം ഇന്ന് നമ്മൾ അത്രത്തോളം ഹാപ്പിയാണ് ഗൈസ്. ഞാനും നന്ദുവും കൂടെ പോവായിരുന്ന ഒരു ട്രിപ്പാണ്. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞപ്പോ ഞാനും നന്ദുവും പാറുവും വർഷയും കൂടെ ധ്രുവും കൂടെ ഒന്നിച്ചു പോവാനായിട്ട് നിൽക്കുകയാണ്. ആൻഡ് രാവിലെ തന്നെ എന്റെ സഹധർമ്മിണി ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ട് നിൽക്കുകയാണ്. കാണിച്ചു കൊടുക്കുമ്പോൾ തിരിഞ്ഞ് ഹൈ 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 ഹൈ. ഓ വൗ ബ്യൂട്ടിഫുൾ. ഞാനും സുഹൃത്തുക്കളെ അതീവം സുന്ദരനായി നിൽക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദിസ് ഈസ് മൈ ലൂഫി ടീഷർട്ട്. ആൻഡ് ഞങ്ങൾ ഇപ്പോൾ നന്ദുവിനും പാറുവിനും വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിഞ്ഞൂടാ ഗൈസ്, ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. അതാണ് നമ്മുടെ ഇൻട്രോയിൽ തുടങ്ങിയത്. രാവിലെ എഴുന്നേറ്റു ഓടി. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം തിരിച്ചറിയുന്നത്, ഞങ്ങളുടെ ഫ്ലൈറ്റ് പ്രീപോണ്ടായി. അതായത് 10 മണിക്ക് പോകേണ്ട ഫ്ലൈറ്റ് 9 മണിക്കായി. ഞങ്ങൾ കൃത്യസമയത്ത് ഇറങ്ങാന്ന് വെച്ചാലും ഞങ്ങളെ കൊണ്ട് യൂണിവേഴ്സ് ലേറ്റ് ആക്കിക്കും. അതാണ് ഒരു പ്രത്യേകത. ഓക്കെ, നന്ദുവിനെയും പാറുവിനെയും പൊക്കട്ടെ, എന്നിട്ട് നമുക്ക് പോവാം എയർപോർട്ടിലേക്ക്. ഏറ്റവും ആദ്യം റെഡിയായി ഇറങ്ങിയിരിക്കുന്നത് ദുവയാണ്. ഹൈ മോനെ, സുഖമാണോ നിനക്ക്? അവനൊരു പടിയില്ലാത്ത, പിന്നെ ഈ പ്രായത്തിൽ അവര് കിളയ്ക്കാൻ പോവാടാ. ഓ മൈ ഗോഡ്, പാറുവും റെഡിയായി ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാണോ നിന്റെ എന്താടി? വളരെ നേരത്തെ ആയിപ്പോയി. പോയി വണ്ടി കയറി ഗൈസ്. വേറെ ഒന്നുമില്ല, നമ്മുടെ ഫ്ലൈറ്റ് പ്രീപോണ്ടായി. അതുകൊണ്ടാണ് നമ്മള് വണ്ടി കൊണ്ട് കണ്ണന്റെ അവിടെ ഇട്ടിട്ട് പോകാനുള്ള പ്ലാൻ ആയിരുന്നു. പക്ഷെ അതിന് നടക്കുമെന്ന് പറഞ്ഞത് കാരണം സമയമില്ല. ഇപ്പൊ തന്നെ ഓൾറെഡി 6:40 എയർപോർട്ടിൽ എത്തി. ഇറങ്ങുമ്പോഴത്തേക്കും ഡിലേ ആവാതിരിക്കാൻ നമ്മൾ നേരെ എയർപോർട്ടിൽ പോയിട്ട് എയർപോർട്ട് പാർക്കിംഗ് ഇടാനാണ് പ്ലാൻ. ബട്ട് വാട്ട് എ ബ്യൂട്ടിഫുൾ സൺറൈസ് ഗൈസ്. ഓ, ഈ ചീനിമലയിൽ താമസിക്കുന്നതിന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മോർണിംഗ്സ് ആൻഡ് ഈവനിങ്സ് ആണ്. വേറെ ലെവലാണ്. എസ്പെഷ്യലി മോർണിംഗ്സ്, കാരണം സണ്ണ് റൈസ് ആവണ കാണാം. ഇടാ, നിനക്കിത് വല്ലതും അറിയാവോ? നീ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറാൻ പോണ കാര്യം നീ അറിഞ്ഞാ? ഞാൻ ഈ പ്രായത്തിലാണ് ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ആര് പറഞ്ഞു? അമ്മ പറഞ്ഞു. ആണാ? ഗൾഫിൽ പോയത് ആണാ? അയ്യോടാ, പ്രായം ഉറയ്ക്കാത്ത പ്രായത്തിൽ പോയതാണ് സുഹൃത്തുക്കളെ. പക്ഷെ ബോധം വെച്ചതിന് ശേഷം എന്റെ കൂടെയാണ് ആദ്യമായിട്ട് പോയത്. കർലി ഹെയർ സെറ്റപ്പ് ആണ് ഗേസ്. അതൊക്കെ ഇപ്പൊ പഠിച്ചു വരുന്നേ ഉള്ളൂ അവളുടെ. എന്തായാലും നന്ദു പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അത് ഇതുവരെയായിട്ട് പറഞ്ഞില്ലല്ലേ? മിക്കവാറും ടൈറ്റിൽ കാണും, അല്ലെങ്കിൽ കണ്ടില്ലെങ്കിൽ ഇപ്പൊ പറയാലോ. വാട്ട് എവർ. കൂൾ ഡൗൺ. ഓ എടാ, ആ ഗോൾഡൻ ലൈറ്റ് അടിച്ചപ്പോണ്ടല്ല ഇങ്ങനെ ബ്ലിങ്കനെ ഇരിക്കണം. അടിപൊളി. നീ എന്തൊരു കാശ് മുടക്കിയ? ചുമ്മാ ഇരി, അതിനാണ് നല്ല സപ്പോർട്ടീവായ ഭാര്യ. നമുക്ക് സമയമില്ലല്ലോ. ഇല്ല, കയറിക്കോ. എടാ, ഒരു പഴ പിന്നെ കഴിക്കാം. ബാ കയറിക്കോ. ഞാൻ അവൻ ഞങ്ങളോട് പറഞ്ഞോ നിങ്ങളോട് പറഞ്ഞോ? എന്നാ ബാ, അവനെ കൊടുത്തിട്ട് പോവാ ഞാൻ. ഓക്കെ, ഞങ്ങൾ വണ്ടി എടുക്കട്ടെ. വി ആർ ഗോയിങ് ഓൺ എ ട്രിപ്പ്. ഓ, കുളു മണാലി കയറിയ ഫീലാണ് എന്റെ വണ്ടിക്കകത്ത് കയറിയപ്പോ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇനി ചേട്ടാ ഫ്ലൈറ്റ് പ്രീപോണ്ടായി. ഞങ്ങൾ നേരത്തെ പോവേണേ. ടാറ്റാ ചേച്ചി, പോയിട്ട് വരാവേ. ബൈ ബൈ. ഓക്കെ, വീണ്ടും ലെറ്റ്സ് ഗോ. ഗൈസ്, ടൈറ്റ് ആയിട്ടാണെങ്കിൽ നമ്മൾ എയർപോർട്ടിൽ എത്തി. ആദ്യമായിട്ടാണ് നമ്മൾ എയർപോർട്ട് പാർക്കിംഗ് ഇടുന്നത് ഗൈസ്. 5 ദിവസത്തേക്ക് 1750 രൂപ. കുഴപ്പമില്ലാന്ന് തോന്നി, കാരണം എയർപോർട്ട് അല്ലേ. അവന്റെ വണ്ടി ഇവിടെ ഇട്ടുണ്ട്. പോവാടാ, നമ്മൾ കുറച്ചെറിവി. പക്ഷെ നന്ദു, നീ എന്നെ ഞെട്ടിച്ചടാ. നീ സ്പീഡിന് വന്ന്. എടാ, ഫ്ലൈറ്റ് നമ്മൾ ഓൾറെഡി ലേറ്റ് ആണ് കേട്ടാ. നമ്മള് പൊമ്പള അവിടെ ഇറക്കിയിട്ട് നമ്മൾ കാറ് പാർക്ക് ചെയ്യാൻ വന്നത്. ഇനി വേണ്ട, നമ്മൾ എയർപോർട്ട് എത്തി. കണ്ട ടെർമിനൽ 1. എനിക്ക് അകത്ത് ചെന്നിട്ട് അറിയാം ബോർഡിംഗ് ക്ലോസ് ചെയ്താ ഇല്ലേന്ന്. 1 hour ബിഫോർ ബോർഡിംഗ് ഉണ്ടെന്നാണ് എന്റെ അറിവ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കയറാൻ പറ്റും. ഓക്കെ, അപ്പൊ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ. പാർക്കിംഗ് ബില്ലിയായിരിക്കുന്ന ചേച്ചിക്ക് പഴം കൊടുക്കുന്ന ആദ്യത്തെ മഹായവനായിരിക്കും. അവന്റെ വണ്ടി. ഹലോ, ചേച്ചിക്ക് പഴം കൊടുത്തിട്ട് പോയ. ഓക്കെ ഗൈസ്, നല്ല രസമുള്ള ട്രിപ്പായിരിക്കും. കാരണം ഇത് കംപ്ലീറ്റ്ലി ഒരു റിലാക്സേഷൻ ട്രിപ്പാണ് ഗൈസ്. നമുക്ക് വലിയ ബഹളവും അട്ടാസവും ഒന്നുമില്ല. ഹെവി വർക്കൊക്കെ കുറെ നാളുകൾക്ക് ശേഷം 2 കപ്പിൾസും കംപ്ലീറ്റ്ലി ചില്ലായി അവിടെയൊക്കെ നടന്ന് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രിപ്പാണ്. ഇപ്പോഴും പറഞ്ഞില്ലല്ലേ എങ്ങോട്ടാണ് പോണേന്ന്. ഇങ്ങോട്ട് കയറിട്ട് പറയാം. പോവാം. എന്റെ പൊന്നെ ഗൈസ്, 5 ദിവസത്തേക്കുള്ള ഒരു ചെറിയ ട്രിപ്പാണ് കേട്ടോ. അളിയാ, നമ്മള് കയറാൻ പോണു. ഐ മീൻ ബോർഡിങ്ങിൽ എത്തിയതേ ഉള്ളൂ. ഓ അതെ, അങ്ങനെ പറയണേ ഞങ്ങളുടെ ഹൃദയം തകർന്നു പോകും. നീ എന്തിനാ ഇവിടെ കയറി പോണടാ? നീ ഇവിടെ കയറി പോണ്. അത് വെക്കണം, അത് ഇതെല്ലാം അങ്ങോട്ട് പോയിട്ട് വെക്കാം. ഗൈസ്, ഞങ്ങൾ ബാഗ് ബോർഡിങ് ചെയ്യാണ്. നന്ദു വെയിൻ മെഷീനെ കൊണ്ടുവന്ന് അളന്ന് മുറിച്ച് കൊണ്ടുവന്നേക്കാണ്.
14.9 എങ്ങനെയാടാ ഇത്? മറ്റേ 14.5 ആ 14.5 ഇന്നത്തെ പണിയായിരുന്നു ഇതെന്തരുത് ഒരു മുളുക്കൂസ് ബാഗ്? അതിന്റെ ഡൈപ്പർ സ്ട്രെയിറ്റ്നർ കണ്ട 14.7 അമ്മ ചേട്ടാടാ നിന്നെ. ഞാൻ നോക്കിയപ്പോഴത്തേക്കേടി രാത്രി ഒരു വലിയ വെയിങ് സ്കെയിലോ കൊണ്ട് അവിടെ വെച്ചിട്ട് ഇരുന്ന് അളക്കുന്നു. ഈ ഷൂവിന് വെയിറ്റ് കൂടുതലാണ്. ഉണ്ടായിരുന്നു. ആ അതെ, ഞാൻ പറഞ്ഞു കൊടുക്കായിരുന്നേ ബേസിക്കലി. വെയിലുള്ളപ്പോൾ ഉള്ള ഒരു ഗുണമാണ്. ഞാൻ പണ്ട് ഇങ്ങനെയല്ലേ കാർബോർഡ് കൊണ്ടുവന്നിട്ട് ആ കീറും ചക്കയും മാങ്ങയൊക്കെ എടുത്ത് പുറത്തു കൊടുക്കും. മാമനൊക്കെ പോകുമ്പോ ഇന്ന് അതേ കണക്കായിരുന്നു. ഒരു പടല പഴം ഉണ്ടായിരുന്നു. ഒക്കെ ഇങ്ങനെ എടുത്ത് മാറ്റി അങ്ങനെ ഒരു പടല പഴം ഉണ്ടായിരുന്നു. അത് അവസാനം ചേച്ചിക്കും കൊടുത്തു. എപ്പ ഇവിടെ കയറി പോണേ എല്ലാരെയും സോപ്പിട്ടെടുക്കും. ആ കൊച്ചിനെ കൊണ്ടൊന്നും അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. അവ എല്ലാരും സോപ്പിട്ടെടുക്കും. നമുക്ക് പറയാം കൊച്ചൊക്കെ കൊച്ചുണ്ട് ഒന്ന് ഫ്ലൈറ്റ് കയറ്റി. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് ബോർഡിംഗ് പാസ് വാങ്ങിച്ചിട്ട് ഇറങ്ങാം. ഞാൻ സത്യം പറഞ്ഞല്ലേ, നീ മൊബൈൽ എന്തോ ഓൺ ആക്കാത്ത അല്ല അത് കുഴപ്പമില്ല. നമ്മൾ വെറൈറ്റി ആണല്ലോ നമ്മുടെ മെയിൻ. നമ്മളെല്ലാം മിക്സ് ചെയ്തുള്ളതാണ് വ്ളോഗ്. വിഷയം ഉണ്ടെങ്കിൽ കണ്ണാടിയിൽ അറിയാൻ പറ്റും. ഓഹോ നമ്പർ 8 ആണ്. 8:30 ഒക്കെ ആകുമ്പോൾ ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യും. വെതർ ഡിപെൻഡ് ഓക്കെ ഓക്കെ, താങ്ക് യു. എവിടെയാണ് നന്ദു, ഇനി പറയണ നമ്മൾ എങ്ങോട്ടാണ് പോണതെന്ന്. ഇല്ല ഇടൂല സുഹൃത്തുക്കളെ, ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾക്ക് അറിയാമോ? ഞങ്ങൾ അലയൻസ് എയറിൽ കയറി. ഞാൻ അലയൻസ് എയർ ആദ്യമായിട്ടാണ് കേൾക്കണത്. എവിടെ പോണെന്ന് പറയടാ. അലയൻസ് എയറിൽ കേറി. അതെ സുഹൃത്തുക്കളെ, ഞങ്ങൾ 5 പേരും അല്ല 4.25 പേരും ലക്ഷദ്വീപിലേക്കാണ് പോകാൻ പോകുന്നത്. ഓ മൈ ഗോഡ്. ഗയ്സ്, ഇതാണ് നമ്മുടെ ടിക്കറ്റുകൾ. ഞങ്ങൾ റെഡിയാണ്. വിശക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പോവാം. ഓഫ് ടു ലക്ഷദ്വീപ് ഗൈസ്. എക്സൈറ്റ്മെന്റിന്റെ കാര്യത്തിലേക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞു. എന്റെ തോളി ഇരുന്ന ബാഗ് കൊടുക്കാൻ മറന്നുപോയി. ഇരിക്കണം, ഇപ്പൊ ഊരി വെച്ചോളൂ. ഇവിടെ ആളില്ല. ചേച്ചി, ആ ചേച്ചി ഒന്ന് വിളിച്ചു തരുമോ? അയ്യോ, കോമഡി എന്താണെന്നറിയാം, നമുക്ക് അവിടെ ചെന്ന് 5-6 വെറൈറ്റി ഡ്രസ്സൊക്കെ കിട്ടിയേക്കും. ഈ ഒറ്റ ഡ്രസ്സ് ഇവിടെ വന്ന് നിന്നപ്പോ ഞാൻ ചോദിച്ചു കൊടുക്കാം, വീണ്ടും നടുക്ക് വെച്ച് ചോദിച്ചു കൊടുക്കാം, ലാസ്റ്റ് ആയപ്പോ ചോദിച്ചു കൊടുക്കാം. എടി ഇല്ലടി, ഞാൻ നിങ്ങളെയൊക്കെ കയറ്റി വിടണ്ടേ കറക്റ്റ് ആയിട്ട്. അതിന്റെ തിരക്കിലായിരുന്നു കേട്ടോ. അവന് മനസ്സിലായി. അത് ഞാൻ സബ് കോൺഷ്യസ്ലി പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. ചേച്ചി വരുമായിരിക്കും അല്ലേ? അയ്യോ, മഞ്ജു പിള്ളയുടെ കാർത്തിക് സൂര്യ. മഞ്ജു ചേച്ചി കേട്ടോ, ഞാനും കേൾക്കാറുണ്ട്. ചേച്ചി മാത്രമല്ല. ഒരു കിണി. ഇത് കയറ്റി വിടാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്. ടെക്നിക്കലി ഇവിടെ നിന്നൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇതും കൊണ്ട് അങ്ങ് ചെല്ലാൻ പറഞ്ഞ് അവിടെ ചെന്നിട്ട് പറ്റുമെങ്കിൽ ഇത് ട്രോളിയിലാക്കാന്ന് പറഞ്ഞു. അതൊക്കെ പറ്റുമായിരിക്കും അല്ലേടാ? കയറ്റിയില്ലെങ്കിൽ നമുക്ക് കൈ പിടിച്ചോണ്ടോ ഇളക്കിയിട്ട് 5 പേരെ കയ്യിലായിട്ട് 4 പേരെ കയ്യിലായിട്ട് 4 ബാഗ് സാധനങ്ങളൊക്കെ ആയിട്ട് പോവാം. അയ്യോ, ഇതിന്റെ അകത്ത് റണ്ണിങ് ഗിയർ എല്ലാം ഉണ്ട് ഗൈസ്. നോക്കാം എന്തായാലും ഫ്ലൈറ്റിലോട്ട് പോട്ടെ. കയ്യിലില്ല. ഒരു 3-4 കയ്യിലി ഉണ്ടായിരുന്ന കീറി ഓരോ കെട്ടായിട്ട് ബാണ്ടക്കെട്ടായിട്ട് വെച്ച് നമ്മൾ മറ്റേ ഹാൻഡ് ക്യാരിയിൽ കൊണ്ടുപോയി. ഇത് എന്താടാ ഗൈസ്? ഞങ്ങൾ എക്സൈറ്റഡ് ആവുന്നത് ലക്ഷദ്വീപിൽ പോകാനാണ്. ഇതുവരെ നമ്മൾ ആ ഒരു ഏരിയ കണ്ടിട്ടേ ഇല്ല. അവിടെ ഫുഡ് ഭയങ്കര കിടിലാണെന്ന് നമ്മൾ കേട്ടു. പിന്നെ അവിടെ നല്ല സീനറിയാണ്, ബീച്ചാണ്, വൈബാണ്, പൊളിയാണ്. അപ്പൊ അതൊക്കെ എൻജോയ് ചെയ്യാനായി ഞങ്ങൾ കുറ്റിയും പറിച്ച് എറണാകുളത്ത് നിന്നും പോവുകയാണ് സുഹൃത്തുക്കളെ. ലക്ഷദ്വീപിലേക്ക്. സുഹൃത്തുക്കളെ, എന്റെ കയ്യിൽ ഒരു മുതൽ വന്നിരിക്കുന്നു. ഇതെന്താ എന്റെ കയ്യിലിരിക്കുന്നത്? ആണല്ലേ, എന്റെ തോളിയിരിക്കുന്ന ക്യാരി പോലല്ലേ ഗൈസ്. ഞങ്ങൾ ബോർഡിംഗ് കഴിഞ്ഞ് സക്സസ്ഫുള്ളി സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി നമുക്ക് ടെൻഷൻ ഇല്ലടാ. ഒരു കാര്യം ഇറക്കി വെച്ച് പറഞ്ഞു. എന്തിനാണ്? നമ്മളെ കൊച്ചിന്റെ പൗഡറും പിന്നെ മറ്റേ ബോട്ടിൽ എല്ലാം എടുത്ത് പുറത്ത് വെച്ചപ്പോഴേ വർഷം എന്നിട്ട് നമ്മളെല്ലാം തിരിച്ചു പറക്കി വെക്കാനാണ്. നമ്മൾ അവിടെ പിടിച്ചു നിർത്തി. വർഷം അറിയാം, കൊച്ചി ഫ്ലൈറ്റ് ഇരുന്ന് പൗഡർ ഇടുമെന്നുള്ള പേടിയുണ്ട് എല്ലാം ഇറക്കി വെച്ചായിരിക്കും. എവിടെയാ ശുദ്ധഹാസ്യം അടിച്ചവള്? കൊള്ളാം തന്നെ കിടില സാധനം. ഞാനും ആലോചിച്ചേട്ടാ. അലയൻസ് എയർ, ഇത് ഇൻഡിഗോയുടെ കേട്ടാ ഗൈസ്. ഞങ്ങളൊന്ന് ഗേറ്റ് കണ്ടുപിടിക്കട്ടെ ഗൈസ്. നമ്മള് ഗേറ്റ് 8-ലെത്തി. അപ്പോൾ ഇവിടെ ഒന്നും ആയിട്ടില്ല. അപ്പൊ എന്തെങ്കിലും മേടിച്ച് തിന്നാനുള്ളൊരു ഗ്യാപ്പ് കൂടെ ഉണ്ടോ നമുക്ക്? എന്തെങ്കിലും കൂടെ മേടിച്ച് തിന്നാലേ? അല്ലേ, ഇവരോടെ കേട്ടോ നമുക്ക് പോയി വാങ്ങിച്ചോണ്ട് വരാം. ഞങ്ങൾ വാങ്ങിച്ചിട്ട് വരാം. കൊച്ചിനെ പിടിച്ച പിന്നെ വട സാമ്പാർ വട
അവന് കൊടുക്കണേ കൊടുക്കും. ഓക്കെ സെറ്റ്. ഞങ്ങളിപ്പോ എന്തെങ്കിലും കഴിച്ചിട്ട് വരാം, വാങ്ങിച്ചിട്ട് വരാം കേട്ടോ. അങ്ങനെ പറ. ഇവിടെ ഒരു സബ്വേ ഉണ്ടായിരുന്നു ഗൈസ് മേളിൽ. അപ്പൊ അവിടെ വന്നിട്ട് നമ്മള് റാപ്പും ഒരു സാലഡും കൊച്ചിനും കഴിക്കാനായിട്ട് ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നന്ദു ഒരു ഇഡ്ഡലി വാങ്ങിക്കാൻ പോയേക്കും. അപ്പൊ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റും ആവും. ഫസ്റ്റ് പറഞ്ഞുണ്ടല്ലോ എല്ലാ ചെക്കും കഴിഞ്ഞ് അവിടെ വന്ന് ബോർഡിങ് തുടങ്ങിയിട്ടില്ല എന്ന് കണ്ടപ്പോഴാണ് ചില്ലായത്. ഓ എന്തൊരു സമാധാനം. ഇനി ഫ്ലൈറ്റിൽ കയറണം. സുഹൃത്തുക്കളെ, എന്റെ കൊച്ചിന് ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്ന ഏറ്റവും വില കൂടി ഇഡലിയാണ്. ഒരു ഇഡലിക്ക് 120 രൂപ. അതെ, നമ്മൾ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് കുഞ്ഞിനും കൊണ്ടാട്ടികൾക്കും വേണ്ടിയിട്ട് അതോ വരുന്നു. അയ്യോ എല്ലാരും കയറിയടാ, പിള്ളേരോടൊക്കെ ചാടുന്നു. കയറി തുടങ്ങിയോ? തീർന്ന ഞാൻ പൊക്കിക്കോളാം. ആണല്ലേ? പോവാം ഗൈസ്, എല്ലാരും കയറി. ഞങ്ങളോട് ഉള്ള കയറാം ഗൈസ്. ഞങ്ങൾ അറ്റ്ലാസ് എല്ലാം മേടിച്ചിട്ട് കയറാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ അലയൻസ് എയറിന്റെ ബസ്. ഹലോ ഹലോ, എന്താടാ നിങ്ങൾ? ഓ ഹലോ ചേച്ചി. സുഹൃത്തുക്കളെ, ഞങ്ങളെല്ലാവരും ഒന്നിച്ച് ലക്ഷദ്വീപ് പോകാൻ പോവാണ്. നീ ലക്ഷദ്വീപ് ആണോ? ഇവിടെ ഇതല്ല ലക്ഷദ്വീപിലോട്ടുള്ള ബസ് ആണാ? ഉറപ്പാണാ? എന്നാ ഓക്കെ. അല്ല, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അവൻ വേറെ ബസ്സിൽ കയറി ഇരുന്നിട്ട് ഒറിജിനൽ ആണെന്ന് പറഞ്ഞാലേ അമ്മ. ഓക്കെ സുഹൃത്തുക്കളെ, അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി. ഇനി ഫ്ലൈറ്റിൽ കയറട്ടെ. ഓഹോ, 2 വള്ളം ഫുഡുമായിട്ട് ഞങ്ങൾ കയറുകയാണ് സുഹൃത്തുക്കളെ ലക്ഷദ്വീപിലോട്ട്. നിങ്ങൾ ലക്ഷദ്വീപിലുള്ളതാണോ? ഓ താങ്ക് യു. ലക്ഷദ്വീപിൽ എവിടെയാ? അഗത്തി. ആ, നമ്മൾ അഗത്തിയിലോട്ടാണ് പോണത്. അഗത്തിയിലോട്ടാണല്ലേ പോണത്. അപ്പൊ അടുപ്പിച്ച് വെച്ചിരുന്നേരം എന്തൊരു പേരിട്ടനെ? അവക്ക് ഇപ്പോഴാണ് കത്തിയത് കേട്ടാ. ശ്രദ്ധിക്കണം, പരിപാടി വെക്കണം കേട്ടോ. എന്തിന്? താങ്ക് യു. സീരിയസ്. ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ്. അല്ല ഇതല്ല, ഇതാണ്. ആ ഇതാണെന്ന് തോന്നുന്നു കേസ് നമ്മുടെ ഫ്ലൈറ്റ്. ആ നല്ല ഭംഗിയുള്ള ഫ്ലൈറ്റ് കേട്ടാ. ആ എവിടാ? ആ കണ്ണൂര്. ഓക്കെ ഗൈസ്, അപ്പം നമ്മളിനി ഫ്ലൈറ്റിൽ കയറട്ടെ ഗൈസ്. ബൈ ദ ബൈ, ചെറുക്കന്റെ ആദ്യത്തെ ഫ്ലൈറ്റ് ആണ് കേട്ടാ. അവനിപ്പോ എന്തായിരിക്കും തോന്നണത്? ചെറുക്ക, നിന്റെ ആദ്യത്തെ ഫ്ലൈറ്റ് അവൻ എക്സൈറ്റ്മെന്റ് ഉണ്ട് കേട്ടോ. എടി നിനക്കാണ് കോഫി നന്ദു വാങ്ങിച്ചോണ്ട് വന്നത്. കോഫി അല്ല, അത് കോഫി അല്ലേ? അല്ലടാ, അവര് പറ്റിച്ചു. ഏടാ മഹാഭാവികളെ. സുഹൃത്തുക്കളെ, രാവിലെ സഭ്യക്കാര് ഞങ്ങൾ കോഫി എന്നും പറഞ്ഞിട്ട് കൊക്കക്കോള തന്നു വിട്ടു. ആ പോട്ടെ, നമ്മള് പക്ഷെ സലാഡുണ്ട് നമ്മുടെ കേട്ടോ. ഫ്ലൈറ്റ് എടുത്തിട്ട് വേണം തിന്നെ വരട്ടെ സുഹൃത്തുക്കളെ. വി ആർ ഓഫ് ടു കമ്പാനൂർ. അല്ല, അത് ലക്ഷദ്വീപ്. വണ്ടി എടുത്തോ. വണ്ടി എടുത്തോണ്ട് ഇവന്റെ അവന്റെ ലൈഫിൽ ആദ്യമായിട്ട് അവ ഇങ്ങനെ പോണത്. എന്തിനാണ് സംഭവം? കാറല്ല, കൊച്ചിന്റെ ഒരു ഭാഗ്യം നോക്കണേ. ലക്ഷദ്വീപ് അരൂര് പാലം. ആലുവ പാലവും നല്ല രസം കേട്ടോ. ഡ്രോൺ ഷോട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഫ്ലൈറ്റ് ചെയ്ത്. ഓഫ് ടു അഗത്തി ഗൈസ്. നമ്മൾ ഓൺ ദ വേ ആണ്. അപ്പൊ ഇവിടെ ഉണ്ട് ഒരു കുഞ്ഞാപ്രി ഐലൻഡ്. എന്റെ മോനെ, അതൊക്കെ സീനല്ലേ? നോക്കിയാണ് ഗൈസ്, ഇതൊക്കെ ഏത് ഐലൻഡ്? ഇന്ത്യയിലുള്ള നമ്മുടെ ഏതോ ഐലൻഡ് പേരെന്ന് പറഞ്ഞൂടാ നമുക്ക്. സുഹൃത്തുക്കളെ, ആൻഡ് അറ്റ് ലാസ്റ്റ് ഞങ്ങൾ എത്തുകയാണ് അഗത്തി. അടുത്തതായുള്ള അതെ, അഗത്തിയുടെ അടുത്തെത്തി. സെറ്റ് സാധനം കേട്ടോ, നല്ല ഭംഗിയുണ്ടത് കാണാൻ. ഇതാണെന്ന് തോന്നണ്, അറിഞ്ഞൂടാ. ഇതേ കാണുമ്പോ ഇതിനത്ര കാണാൻ വയ്യ. കാണാൻ വയ്യ. അതായത് പൊടി കാണാം. ഫ്ലൈറ്റിൽ നല്ല പൊടിയുണ്ട് കേട്ടോ. എന്റെ മോനെ, എന്തൊരു ക്ലാരിറ്റി അല്ലേ വെള്ളം. ലാൻഡ് ചെയ്യാൻ പോണേട്ടാ. ഓ ഇടുക്കാച്ചി ബീച്ച് കേട്ടാ. ഓ ഗൈസ്, പോവാൻ നോക്കി. അപ്പൊ ഇപ്പൊ നമ്മളെത്തും. വേറെ കാര്യം, അങ്ങോട്ട് ലോങ് എടുത്ത് മറ്റേ ഫ്രണ്ടിലോട്ട് എടുത്ത്. ആ വീണ്ടും പ്രൊപ്പലർ എത്തി. ഹൈ പ്രൊപ്പലർ. ഓ ടർക്കോയ്സ് വെള്ളമല്ലേ സുഹൃത്തുക്കളെ. അഗത്തിയിൽ ഞങ്ങൾ അടുത്തിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, എന്താ ഇവിടെ നടക്കുന്നത്? എന്താണ് അത്? ഞാൻ നോക്കിയപ്പോഴേ തല ഇങ്ങനെ ചരിക്കുന്നു, അകത്തിരുന്ന് നോക്കുന്നു.
നിന്റെ മോൻ തന്നെടി. എന്നെയല്ല, അങ്ങോട്ട് ആ അതെ നിന്റെ മോൻ തന്നെടാ. ആ പോണ്ടേ, നിന്നെ ഇവിടെ കൊടുത്തിട്ട് പോണോ? ഇറങ്ങടാ വണ്ടിന്ന്. ഓക്കെ സെറ്റ്. ഓ പോ. എങ്കിലും എടുക്കണോടാ? ഈ ഫ്ലൈറ്റിൽ നമ്മള് മാത്രമേ ഉള്ളൂ. ആണല്ലേ? ആ ഇറങ്ങി ബാ പാറു. എന്നാ നിന്റെ മറ്റേ കിടുപിടി. അത് വിട് അത് ഇളക്ക്. അങ്ങനെയല്ല നിങ്ങൾ ഇറങ്ങട്ടെ ഗൈസ്. സുഹൃത്തുക്കളെ, ലക്ഷദ്വീപിൽ ഞാൻ കാല് വെക്കട്ടെ. അയ്യോ എടാതല്ല, വലത് വെക്കാം. ഓ താങ്ക് യു. ഓ നല്ല വെയിലുണ്ടല്ലോ ലക്ഷദ്വീപിൽ. മഴയൊക്കെ ഉണ്ടോ ഇപ്പോ? ഉണ്ടല്ലേ? ഒമ്പാടോ ഗൈസ്, നമ്മുടെ ബാഗ് ഇവിടെ കണ്ടുണ്ട്, അതുകൊണ്ട് എടുക്കണം. ഹായ് എയർപോർട്ടെ. എയറോപ്ലെയിന്. ആ അതെ, കിടക്കണ കിടപ്പ് നോക്കിയാണ്. ഇതിപ്പോ ഇത് ഇവിടത്തെ ഫയർ എഞ്ചിനാണ് കേട്ടോ. എന്ത് മോഡേൺ ഫയർ എഞ്ചിനാടാ, ഇടുക്കാച്ചല്ലേ ഗൈസ്. അവിടെയും ഇതിന്റെ അപ്പുറത്തും കടലാണ്. നമ്മളതിന്റെ നടുക്കുള്ളൊരു സ്ട്രിപ്പിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അഗത്തി എയർപോർട്ട്, ദ ഗേറ്റ് വേ ടു ലക്ഷദ്വീപ്. ഇവിടെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. താങ്ക് യു ഫോർ വെൽക്കമിങ് അസ് ബോർഡെ. ഇത് എരിക്കല്ലേടാ? അതെ ഗൈസ്, നമ്മളവിടെ ഉള്ള അതേ ചെടി, എരിക്കും പൂവ്. അവിടത്തെ പോലെ ഇവിടെ വൈറ്റ് സാൻഡ് ആണെന്നേ ഉള്ളൂ. ആണല്ലേ? ആക്ച്വലി സാൻഡ് അല്ല, പിന്നെ ഈ കോറല് തരി തരി ആയി കിടക്കുന്നതാണ്. ഓഹോ ഒരിടത്ത് പോകുമ്പോ നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. എടാ കേട്ടാടാ, നമുക്കൊരു കേരളം പറഞ്ഞൂടാ. ആ ഓക്കെ. മോദിജി നമസ്തേ. എയർപോർട്ടിൽ ഇരുന്ന് എന്റെ അടുത്ത് ഇനി കുറച്ച് ലക്ഷദ്വീപിനെ പറ്റി പഠിക്കാം. ആ ഈ ചെടി നോക്കി കഴിഞ്ഞാൽ ഇത് മുറിച്ചിട്ടേ, ഇത് നോക്കിയാടാ, മുറിച്ചിട്ട് ചെറിയ സൈസാക്കി നിർത്തിയൊക്കെയാണ്. കൊള്ളാം അല്ലേ ഇത്? ഒരേ ഹൈറ്റിനല്ലേ? ആ എടാ ഇതാണ് ആഗമനം. എന്താണ് നിങ്ങളുടെ ആഗമന ഉദ്ദേശം? ഹലോ. ആ ഗൈസ്, ഞങ്ങളങ്ങനെ എയർപോർട്ടിനകത്ത് കയറിയിരിക്കുകയാണ്. ഹലോ, നൈസ് ടു മീറ്റ് യു. ഓക്കെ, ഇനി നമ്മൾ സെറ്റായി ഇറങ്ങട്ടെ ഗൈസ്. ഹായ് വിട്. ഹായ്, നൈസ് ടു മീറ്റ് യു. ഓക്കെ. അവന്റെ കള്ളനോട്ടം നോക്കണേ. എന്താ നിനക്ക് വേണ്ടേ? അതെ, എയർഫോഴ്സ് ആയിട്ട് എന്തായിരുന്നു സെറ്റപ്പ്? ഞങ്ങൾക്ക് ഇപ്പൊ അറിയണം. ഓക്കെ, ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് പുറത്തോട്ടിറങ്ങട്ടെ ഗൈസ്. ഇതാണ് ഇവിടത്തെ ബാഗേജ് ക്ലെയിം. അവര് പുറത്തുനിന്ന് എടുത്തോണ്ട് വരും, നമ്മൾ അതുവഴി ഇറങ്ങും. ഭയങ്കര സിമ്പിൾ ഒരു എയർപോർട്ടാണ് കേട്ടോ, കുഞ്ഞൊരു എയർപോർട്ട് അല്ലേ, കുഞ്ഞാപ്രി എയർപോർട്ട്. ആ ബാഗ് എടുക്കുമ്പോഴത്തേക്കും പൊമ്പിള്ളേർ ഇവിടെ നിന്ന് പോസ്റ്റർ വായിച്ച് പഠിക്കുന്നു. എന്താണ് കുഞ്ഞു പിള്ളേരെ അംഗൻവാടിയിലൊക്കെ പോകുമ്പോ പാറു, നീ എന്ത് പഠിച്ചു അതിൽ നിന്ന്? അല്ല എന്ത് എത്ര പേരൊക്കെ അറിയായിരുന്നു ഈ ലക്ഷദ്വീപ് എന്ന് പറയുന്നത് വോൾക്കാനോടെ മുകളിലായിരിക്കണേന്ന്? ആണല്ലേ? ഈ വോൾക്കാനോ താന്നു പോയി അതിന്റെ മേലെയാണ് ഈ ഒരു ഐലൻഡ് ഫോം ആയേക്കണേ അല്ലേ? അപ്പൊ ഇത് വോൾക്കാനോടെ തുളയാണല്ലേ? ആയിരിക്കും. ഫുൾ കോറൽ ഐലൻഡ് ഒന്നായി ലക്ഷദ്വീപിന് അറിയപ്പെടും. 3000 മുതൽ 7000 വർഷം പഴക്കമുണ്ട് കേസി ഐലൻഡിന്. ആ മണ്ണിന് ലെയർ ചെയ്ത് സംഭവം തന്നെ. ലക്ഷദ്വീപ് ചൂണ ചാകരയാണല്ലേ? ചൂരതൊന്നും ഞാൻ മരിക്കും കേസ്. മലയാളമാണ് ഇവിടെ സംസാരിക്കുന്നത്. കണ്ടാ, ലക്ഷദ്വീപ് ഈസ് നോട്ട് മാൽഡീവ്സ്. കണ്ടാ ഗൈസ്, ഇതൊക്കെ ഞങ്ങൾ വായിച്ച് പഠിക്കേണ്ടതാണ് ഗൈസ്. ഇതാണ് നമ്മള് പുറത്തിറങ്ങിയിട്ടുള്ള ഇത്. പക്ഷെ പുറത്തോട്ടിറങ്ങിയിട്ടുള്ള വ്യൂ എന്തോന്നടേ ഇതൊക്കെ എന്ന് പറഞ്ഞാ. ആ എടാ, ശരിക്കും മറ്റേ നമ്മള് എവിടെയോ എത്തിയ പോലെ എന്ന് പറഞ്ഞാ. ഫെമിലിയർ ആണ് എന്നാ ഫെമിലിയർ അല്ല. ആ പോയി നോക്ക് ഗൈസ്, ഇതിന്റെ അകത്തൂടെ ഇറങ്ങുമ്പോഴത്തേക്കും എന്ത് രസം ഗൈസ്. എനിക്കൊന്ന് കവരത്തെ അടിപൊളിയാണ്. സ്കൂബ എന്തായാലും ചെയ്യാൻ പോറുണ്ട്. താങ്ക് യു ഫോർ ദ സജഷൻ. ശരി, കേറാന്ന വണ്ടിയിൽ. കവരത്തി അല്ലേ? ശരി. ആ ശരി. എവിടെയാ സ്ഥലം? വയനാട്. കറങ്ങി കഴിഞ്ഞോ അതോ കറങ്ങി? ആണല്ലേ? അതാണ് അവര് പറഞ്ഞോണ്ടിരുന്നത്, ഇതുപോലെ ഇവിടെ നിക്കേണ്ടി വരുമോ. ശരി, റിട്ടേൺ ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ ഇവര് 10 ദിവസമായെന്ന് പറയാം ഇവിടെ. ഇവരെ പറ്റിയാണ് അകത്ത് നമുക്ക് വാണിംഗ് തന്നത്. ഡ്രൈവർ സ്പൾബറുടെ അപ്പു എന്നാണ് പേര് ഡ്രൈവറിന്റെ. സ്പൾബർ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഞങ്ങൾക്ക് ഒരു അടിപൊളി ഇന്നോവയാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഹലോ ബ്രോ, എന്താ പേര്? നാണം വന്നു ഞങ്ങളുടെ സ്പൾബറിന്. പേരെന്നാണ്?
അപ്പു ഇവിടെ തന്നെയാണോ സ്ഥലം? അടിപൊളി. അപ്പുവാണ് ഞങ്ങള് സാരഥിയായി കൊണ്ടുപോകുന്ന സുഹൃത്തുക്കളെ. ഞങ്ങൾ പോവുകയാണ് ഗൈസ്. ഞങ്ങൾ യാത്ര തിരിച്ചിരിക്കുകയാണ്. എടാ നന്ദൂടെ നമ്മൾ അവിടെയൊക്കെ പോണ പോലെ ഉണ്ടല്ലേടാ. സെയിം ഇതാണ് അല്ലേ? പക്ഷെ ഇവിടെ മരത്തിനൊക്കെ പെയിന്റ് അടിച്ചിട്ടുണ്ട്. എന്തിനാണ് തെങ്ങിനെന്താ പെയിന്റ് അടിച്ചേക്കണത്? പരിപാടിക്ക് വേണ്ടി അടിച്ചതാണോ? ഭംഗിക്ക് വേണ്ടി. ഈടാ ഭീകരന്മാരെ, അത് കൊള്ളാം. കുറച്ചൊന്നും അല്ലേട്ടാ, ഭംഗിക്ക് വേണ്ടി ഒരു ലെവലിൽ അടിച്ചിട്ടുണ്ട് അവര്. ഒരു തെങ്ങ് വിടാതെ അടിച്ചിട്ടുണ്ട് ആണല്ലേ. ഓ, ആദ്യത്തെ ബീച്ച് നമ്മൾ കാണുകയാണ്. ഈ കവരത്തി അല്ലല്ലോ, അകത്തി എത്ര ഇതുണ്ട് ഏരിയ ഉണ്ട്? 7.5 എന്തോന്ന് കിലോമീറ്ററാ? ഓ എടാ നന്ദു, നമ്മൾ ഒരറ്റത്തുനിന്ന് നടക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അപ്പുറത്തെ അറ്റം വരെ വേണേ നടക്കാം. 7 കിലോമീറ്റർ ഉള്ളു. വൈകുന്നേരം ആവാൻ 7 കിലോമീറ്റർ ഒക്കെ ആണ്. പോടാ അവിടെ പെട്ടെന്ന് എത്തൂടാ. എന്തൊരു ഗൈസ്, ഇതാണ് ലക്ഷം ആട്. എവിടെ? കണ്ടോ? സോ ഫണ്ണിയേ ആൾക്കാര്. നീ ഫണ്ണി അല്ലടാ, നീ പന്നിയാണ്. പന്നി. അയ്യോ, വേണ്ടേ സീറ്റ് ബെൽറ്റ്? പക്ഷെ വേണ്ടല്ലേ, ഇവിടെ വണ്ടിയൊന്നുമില്ല. ആണല്ലേ? ഓക്കെ മനസ്സിലായി. സമാധാനമായിട്ട് പോവാ അല്ലേ? സേഫാണ് കേസ് ഇവിടെ ഉള്ളത്. അടിപൊളി. 2 മിനിറ്റ് കഷ്ടിച്ചെടുത്ത് കാണും കേസ്. നമ്മള് നിക്കണ സ്ഥലത്തെത്തി. എടാ കാരണം 7 കിലോമീറ്റർ അല്ലടാ ഉള്ളു. അത് കഴിഞ്ഞ കടലാണ്. ഇത് ഇവിടെയാണ് കേസ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. എന്റെ പേരെന്തരാണോ എന്തോ. എടാ പക്ഷെ എന്ത് രസോടാന്നെന്തോ. സത്യം, നമുക്ക് ട്രാവൽ ലാഗ് ഇല്ല. നീ എന്താടാ സ്ക്രൂ തിരിക്കണ അകത്തോട്ട്? അയ്യോ, വിഷമം അവന്റെ മുഖത്ത് കാണാൻ വിസിബിൾ ആയിട്ടുണ്ട്. ഓക്കെ ബാടാ, നമുക്ക് റൂം കാണാൻ പോവാം. 2 മിനിറ്റ് എയർപോർട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് റൂം അല്ലേ? എന്തൊരു ഇതാണ് അതിന്റെ പേര്? എന്താണ് സ്പെഷ്യൽ? അത് ചൂരയാണോ? നൈസ് പത്തിരി. ഓ, അതിനേക്കാൾ സോഫ്റ്റ് ആണ്. അത് കഴിക്കാം. കിലാഞ്ചിയു. വീട്ടിന്റെ അകത്തുള്ള തെങ്ങ്. ഓ മൈ ഗോഡ്, വൈബേഷ്. നമുക്ക് നമ്മുടെ റൂം നോക്കാം. ഓ സബാട്ടിക്ക. സെറ്റ് റൂം കേട്ടാ. നല്ല മണവും അവര് നല്ല തണുപ്പിച്ചിട്ടുണ്ട്. ശാമ്പ്രാണി തിരിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് റൂം, ഇത് ഞങ്ങളുടെ കണ്ണാടി, ഇത് ഞങ്ങളുടെ അലമാര, ആൻഡ് ഇത് ഞങ്ങളുടെ ബാത്റൂം. അത് ലൈറ്റ് ഇല്ല. ഇത് കാണും, പുറത്തായിരിക്കും സ്വിച്ച്. ബട്ട് ബേസിക്കലി ഇതാണ് കേസ് ബാത്റൂം. നോൺ വെജ് ചോദിക്കേണ്ട ചോദ്യം ഉണ്ടോ? ബൈ അപ്പു. ഇനി എപ്പോ വരും? അടുത്ത പ്രോഗ്രാമിന്. ഓക്കെ, ശരി. സ്പൾബർഗിനോട് വിട പറഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് ചേക്കേറാൻ പോവുകയാണ്. ഓക്കെ, ഞങ്ങളൊന്ന് സെറ്റിൽമെന്റ് ആവട്ടെ. ഗൈസ്, എന്താ ഇത്? നമ്മളും കടലിന്റെ അടുത്തുനിന്ന് തന്നെയാണ് വരുന്നത്. പക്ഷെ എന്താ ഇത്, സ്വർഗമാണോ? നമ്മൾ ഈ വീഡിയോയിലൊക്കെ ഇടാം, മാൽഡീവ്സ് ഒക്കെ കാണുന്ന അതേപോലെ അല്ലേ? ആ ഒരു കളർ ഓഫ് വാട്ടർ. എവിടെ? അത് വേണമെങ്കിൽ നമുക്ക് പോവാം കേട്ടാ. ഈ നട്ടുച്ചക്ക് എന്തായാലും പോണ്ട ഗൈസ്. ഞാൻ ഉണ്ടല്ലോ ഇവിടെ ഇരുന്നു. അയ്യോ, എന്ത് രസത്തിന് ഇവരിത് കുറ്റി കുത്തി വെച്ചേക്കണല്ലേ. അത് നല്ല കിട്ടിലും വെള്ള മണ്ണടാ. ഇതെന്താ ഇത്? മത്സ്യകന്യകമാരാണോ? എവിടെന്ന് വന്നതാ? എവിടെ? തിരുവനന്തപുരം. ഓ അയ്യോ, ഓയ്യോ, ഞാനേ ഗൈസ്, ഞാനിനി ഡ്രോൺ പറത്തി എനിക്കും നിങ്ങൾക്കും ഒക്കെ ഈ സ്ഥലം ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ. കാറ്റുണ്ട്, എന്തായാലും നമുക്കൊന്ന് പറത്തി നോക്കാം. എപ്പിക് ഡ്രോൺ ഷോട്ട്. ബ്രോ, ഇവിടെ ഡ്രോണ് പറത്തിക്കൂടല്ലേ? എയർപോർട്ട് എവിടെ പറത്താൻ പറ്റും നമുക്ക്? എന്റെ എപ്പിക് ഡ്രോൺ ഷോട്ട് കണ്ട് ചിരിക്കണ.
ഓ നീ അറിഞ്ഞില്ലേ, ഡ്രോണാണ് നിന്റെ അടുത്ത് വന്നിട്ട് പോയത്. ഗൈസ്, എയർപോർട്ട് തൊട്ടപ്പുറത്തായിട്ട് ഇത് നോ ഫ്ലൈ സോൺ ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു വേറെ ഏതെങ്കിലും ഐലൻഡിൽ പോയാൽ പറത്താൻ പറ്റുമെന്നോണല്ലേ. കവരത്തി, ആ അവിടേക്കൊക്കെ ഗൈസ്. അപ്പൊ ഇവിടത്തെ എപ്പിക് ഡ്രോൺ ഷോട്ട് ഇല്ല നിങ്ങൾക്ക്. ഇപ്പൊ കണ്ടതാണ് നിങ്ങളുടെ ഡ്രോൺ ഷോട്ട്. ഓക്കെ ഗൈസ്, അപ്പോ ഞങ്ങൾ റിലാക്സ് ചെയ്യട്ടെ, എന്നിട്ട് വരാം. ഗൈസ്, വൈകുന്നേരം 4 മണിയായപ്പോ ഞങ്ങൾ കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആയിട്ട് എന്തിനാ മറ്റേ ഗ്ലാസ് ബോട്ട് റൈഡ് ചെയ്ത് ഒരു പ്രൈവറ്റ് ഐലൻഡിലേക്ക് പോകാനായിട്ടുള്ള റെഡിയാണ്. പാർവതി വേറെ ലുക്കിലൊക്കെ ആയി, നീയും വേറെ ലുക്കിലൊക്കെ ആയി. നമ്മൾ മാത്രം നിക്കർ ഇട്ടോണ്ട് ഇറങ്ങിയൊക്കെയാണ് നേരത്തെ ഉള്ളത്. ആണോ? ബുദ്ധിപരമായി ഇങ്ങനെ ആണല്ലേ? എന്നാ നാട്ടടാ വെള്ളം ചാട്. എടാ വെള്ളം കണ്ട ഗൈസ്, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച, വെള്ളം കൂടുതലായിട്ട് ഇങ്ങോട്ട് കയറി. വേലിയേറ്റം നടന്നിരിക്കുകയാണ് ഇവിടെ. ആൻഡ് ഇതാണ് നമ്മൾ വ്യൂ കാണാൻ പോകുന്ന ഗ്ലാസ് ബോട്ട്. അവരെ പരിചയപ്പെടുത്തുന്നത്. ആ കാല് നനച്ചോളൂ. പോവല്ലേ. ആ യെസ്, ആൻഡ് കാല് നനച്ചിരിക്കുന്നു. ഹലോ ബ്രോ. ആ മതിയെ. അയ്യോ, അപ്പൊ ഞാൻ ജാക്കായന. ആ ഇത് ഈ ചവിട്ടി കയറാം അല്ലേ? ഓക്കെ, അത് ചവിട്ടി, ഇവിടെ ചവിട്ടി. അപ്പൊ തലയിടിച്ച്. ഇതാണല്ലേ ഗ്ലാസ്. ഇതെന്താ അവര് തോർത്തൊക്കെ ഇട്ട് മൂടിയേക്കുന്നത്. ഹൈ ഗൈസ്, ഞങ്ങളുടെ കൂടെ വന്ന കപ്പിൾസ് ആണ്. ഇവർ രണ്ടുപേരും കാനഡ, അയ്യോ ഇവര് കനേഡിയൻ കപ്പിൾസ് ആണല്ലേ? ഓക്കെ, സ്വന്തമായിട്ട് പറഞ്ഞതാ എന്താണ് ചെറുതായിട്ട്? ആ ഓക്കെ. നൈസ് ടു മീറ്റ് യു ഗൈസ്. അതെ സുഹൃത്തുക്കളെ, ദുബൈയുടെ ആദ്യത്തെ ബോട്ട് റൈഡ് ഇവിടെ നടക്കുകയാണ്. അപ്പൊ ഒന്ന് ചെറുതായിട്ടൊന്ന് ടെൻഷൻ അടിച്ചു കേട്ടാ. ടെൻഷനൊന്നും വേണ്ട കേട്ടോ. പേടിക്കണ്ട മക്കളെ, പേടിക്കണ്ട. ഇതൊക്കെ വെറും സിമ്പിൾ പരിപാടികളാണ്. നിന്റെ അച്ഛന്റെ മുഖത്ത് പേടിയുണ്ടെന്ന്. ഹലോ ബ്രോ, എന്താ പേര്? അനീസ്. ഇവിടെ ഉള്ള തന്നെയാണോ? ഓക്കെ, നമ്മളിപ്പോ എങ്ങോട്ടാ പോണത്? കൽപ്പട്ടി ഐലൻഡ്. ഓക്കെ, കോറല് കാണും. ആ ഓക്കെ, ആമ കാണൂ. എന്റെ മോനെ, കോറല് കാണും, ആമ കാണും. വെറൈറ്റി എന്നടാ അടിപൊളി. നല്ല രസമുണ്ട് ഗൈസ്. എപ്പോഴാണ് ഈ ഇതൊന്ന് ശ്രദ്ധിച്ചേട്ടാ, എന്ത് ഭംഗി ഗൈസ്. ടർക്കോയ്സ് വെള്ളം. ഈ വെള്ളം ഇങ്ങനെ ആവാൻ കാരണമുണ്ടല്ലോ ഗൈസ്, ഇവിടത്തെ കോറൽ റീഫ് കാരണമാണ് ഈ വെള്ളത്തിന് ഈ ടർക്കോയ്സ് കളർ എന്നാണ് എനിക്ക് ഇവിടെ വന്നപ്പോ അറിയാൻ സാധിച്ചത്. ബാക്കിലോട്ട് നോക്കുമ്പോ കറക്റ്റ് ടർക്കോയ്സ് കളർ കേട്ടോടാ. എന്തോ കണ്ടാ, ഇതാണ് നമ്മുടെ ഐലൻഡ്. ആകപ്പാടെ ഇത്രേ ഉള്ളൂ. കുഞ്ഞാപ്രി ഐലൻഡ് ആണ്. അതുവരുണ്ട് കേട്ടോ. ഗൈസ്, ഇവിടെ ഉണ്ടായിരുന്ന ആ തോർത്ത് മാറ്റിയപ്പോഴത്തേക്ക് അടിഭാഗം, ഓയ്യോ, ഓ ഇവിടെ ലൈവ് അക്വേറിയോടാ. ഇവിടെ നോക്കടാ, ഈ അടി കിടക്കണാണ് കോറൽ കേട്ടാ. ആ അടി കിടക്കുന്ന കോറൽ ഈ ഗ്ലാസ്സിൽ വരും പോറൽ. ആഹാ, ഇത് രസം. കണ്ടോ ഇവിടെ ഇത് എന്തൊക്കെ സാധനങ്ങളാണ് ഇതിന്റെ അടിയില്. എടുത്തൂടെ? ഗ്ലാസിന്റെ മുകളിൽ വെക്കാനോ? ഓ മൈ ഗോഡ്, ഡയബോളിക്. ഈടാ, ഇത് ഭയങ്കര രസം കേട്ടാ. അത് വൈഡ് വെക്കാം. ക്ലിയർ ആയി. എന്നാ നിങ്ങൾ വന്ന് പെരിയ ബുദ്ധിശാലി. ആ നിങ്ങൾ വന്ന് ഭയങ്കര ബുദ്ധിമാൻ. ഇതിങ്ങനെ എങ്ങനെ ഇട്ടാലും സ്റ്റോറി അല്ലേ? ഓ എന്റെ ആളിയാ, അത് സീന് കേട്ടാ. നല്ല രസമുണ്ട്. ഈടാ, ഏറ്റവും മോനെ അക്വേറിയത്തിലൊക്കെ പോയാണക്കല്ലേ. നമ്മള് സത്യം പറഞ്ഞ ബാലിയിലൊക്കെ പോയിട്ട് ഇതൊന്നും കണ്ടിട്ടില്ല. ഒരു പാർലേജിയുടെ ബിസ്ക്കറ്റ് കിട്ടിയപ്പോ രണ്ടെണ്ണം കൂടെ പൊട്ടിച്ച് വാക്കാത്തറ. മീനിട്ട് ഓർഡർ. അണ്ണം വരെ വിചാരിച്ചു കുഞ്ഞിനാണെന്ന്. ഇത് ഈ രണ്ട് മുതുക്കിയേക്കാണ്. അതുവഴി ഇട്ട് കൊടുക്കും. നീ അത് തിന്ന
വന്നാ എടാ ഇത് ഒരു ബിസ്ക്കറ്റ് ഞങ്ങൾ കൂടെ താടി ഞങ്ങളോടെ കണ്ടോട്ട് നന്ദു നീ നോക്കിക്കോ ഇപ്പം അത്ഭുതം നിന്നെ കാണിച്ചു തരാം ഞാൻ. ആ സത്യം വേണ്ടടാ ഇപ്പം അത്ഭുതം കാണാൻ പോവാണ് നീ സുഹൃത്തുക്കളെ. ഇനി കാണാൻ പോകുന്നത് അത്ഭുതമാണ്. എന്റെ ആളിയാ എടാ സ്കൂള് വിട്ട് വന്നാണ് കേട്ടാ ഗൈസ്. ഞാനിട്ട ബിസ്ക്കറ്റ് തിന്നാൻ ലക്ഷക്കണക്കിന് മീനുകളാണ് ഇവിടെ ഹാജരായത്. പൊളി കേട്ടാ. മീൻ ആഹാരത്തിന്റെ ഒരു അതെ മീന് വിശന്ന് കിടക്കില്ലെന്നോ. എന്ത് രസമാണ് ഇത്. ഭീകര സീൻ കേട്ടാ. വേറെ ലെവല് പരിപാടി ഇത്. നീ പൊടിച്ചിരണ നല്ലവണ്ണം പൊടി കേട്ടാ. നല്ലവണ്ണം പൊടിച്ചിട്ട് ഇത് ഇടുമ്പോ നോയിക്കോണേ ഗൈസ്. മീനുകൾ പറന്ന് വരും. മീനുകൾ ഇപ്പൊ പറന്ന് വരും. പറന്ന് വാടാ നാറ്റിക്കല്ലേ. ആ കണ്ട ഗൈസ് പറന്ന് വന്ന് തിന്നെയാണ് കേട്ടാ. അത്രയും എന്റെ അളിയ സീന് കേട്ടാ. ഇതാണ് വൈൽഡ് ലൈഫ് അല്ല, ഇതാണ് മെറൈൻ ലൈഫ്. ലെവല് സീൻ ഗൈസ്. ലെവല് സീൻ പരിപാടി കേട്ടാടേ. അത് കലക്കി കേട്ടാ. ഇതാണ് ലോ ബഡ്ജറ്റ് സ്കൂബ ഡൈവിങ്. സ്കൂബ ഡൈവിങ് ചെയ്ത് നമ്മൾ അടിയിൽ പോകുമ്പോൾ ഇത് തന്നെയാണ് കാണുന്നത്. പക്ഷെ അത് കുറച്ചുകൂടെ വേറൊരു വിസിബിലിറ്റിയാണ്. എന്താ അവിടെ കാണിക്കുന്നത്? ഇതിന് കുറച്ച് ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ. നീ പൊരിച്ച് തിന്ന സാധനം സീൻ കേട്ടാ. ഞങ്ങൾ ഒന്ന് എൻജോയ് ചെയ്യട്ടെ ഗൈസ്. നിങ്ങളൊന്ന് ഇപ്പൊ കാണിച്ചുതരാം. നിങ്ങള് ഇനി കാണാൻ പോകുന്നത് കണ്ട് നിങ്ങൾ ഞെട്ടു. കാരണം ഇപ്പൊ ഒരു ജിമുട്ട സാധനം വരുവേ. ഇപ്പൊ നോക്കിക്കോണ്ടേ. വാടാ മോനെ വാടാ. കണ്ട ഗൈസ്. ഇത് ചെറുതൊന്നുമല്ല. എന്റെ പൊന്നമ്മച്ചിയെ 100 കൊല്ലം പ്രായമുള്ള ആമയാണെന്ന് തോന്നുന്നു. എന്താടാ ഇത്. പായല് വരെ പിടിച്ചിരിക്കണ ആമയില്. ഓപ്പോ അതിനെ പിടിച്ചിരുന്നെങ്കിൽ എന്റെ തോടില് കാർത്തിസുര വ്ളോഗ്സ് എഴുതി വിടായിരുന്നു. വേണ്ട കേസാവും. എന്തോ ഒരു സാധനം അവിടെ നിന്ന് വന്നായിരുന്നു. ഇതിനാണോ? വരുന്നുണ്ട്. എന്റെ ആളിയ സീനാമാട്ടാ. പക്ഷെ അത് പോയി. നിങ്ങൾക്ക് ഇതിന്റെ എത്രത്തോളം ഇതിന്റെ വലിപ്പം മനസ്സിലാവണോണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടാ. പക്ഷെ ഇതൊരു ഭീമാകാര സത്വമാണിത്. ഇത് വലിയ എന്ന് പറഞ്ഞാ സത്യം. ഇതിന്റെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാവണില്ല. 30 അല്ലടാ. ഇതൊരു 200 കിലോയുടെ ആമയാണ് ഈ കിടക്കണത്. ആണോ? 100+ ഓ കിടുക്കാച്ചി സാധനം അല്ലേടാ. ഭീകര സാധനം കേസ്. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആമയുണ്ടായിരുന്നു. കടിക്കും. അതെ ഇറങ്ങിയ അത് ഒരു മാന്തിയിട്ട് പോകും ഗൈസ്. ഇത് ആമയാണ്, മറ്റേ കടലാമ. ഗൈസ് നമ്മൾ ഡെസ്റ്റിനേഷൻ ഉദ്ദേശിച്ചിരുന്ന ഐലൻഡിൽ എത്തിയിരിക്കുകയാണ്. ഓക്കെ ഇറങ്ങാടി. വലത് കാല് വെച്ച ഇറങ്ങി. ഓ സീൻ വെള്ളം കേട്ടാ. നല്ല തെളിനീര്. കൊച്ചെവിടെ? അപ്പൊ ഓൾറെഡി കമ്പനിയൊക്കെ വെച്ചിരിക്കുകയാണ്. ഇനി ഞങ്ങൾ ഈ ഐലൻഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. അത് കയ്യിലെടുക്കാം അല്ലേ? ഇവിടെ ഇതൊക്കെ എടുക്കാം അല്ലേ? ഇതൊക്കെ എടുക്കണ കുഴപ്പമില്ലല്ലോ. അല്ല വീഡിയോ ഉണ്ട് കേട്ടോ. അല്ല അത് കടലിനകത്തിറങ്ങിപ്പോയി പൊട്ടിച്ചെടുക്കാതിരുന്നാ മതി. ഇവിടെ കിടക്കുന്നതൊക്കെ എടുക്കാം. ഇതെടുത്തോ കുഞ്ഞാ നീ. 2 ദിവസം കഴിയുമ്പോ നിന്നെ അറസ്റ്റ് ചെയ്തോണ്ട് പോണ്. എടുത്തു നോക്കിയാണ്. എടുത്തോ കുഴപ്പമില്ല. ഏത് ഐലൻഡ്? ഓ ഇങ്ങനെയാണോ ഉണ്ടായിരുന്നത്? പണ്ട് അപ്പം നമ്മൾ അഗത്തി ഐലൻഡൊക്കെ ഇങ്ങനെ ആയിരുന്നു അല്ലേ? ആൾക്കാർ വന്നാണ് അവിടെ റോഡൊക്കെ പണിത് എയർപോർട്ടൊക്കെ കെട്ടി ടൂറിസ്റ്റ് സ്പോട്ടാക്കി മാറ്റിയത്. പാമ്പില്ലല്ലേ? പാമ്പില്ല, പട്ടിയില്ല. എടി നിന്റെ ഫാക്ട് കറക്റ്റ് ആയി മിടുക്കി. ഗൈസ് 2 മിനിറ്റ് നമ്മൾ കഷ്ടിച്ച് നടന്നില്ല. നമ്മൾ ഐലൻഡിന്റെ അപ്പുറത്തെ സൈഡെത്തി. കുഞ്ഞ ഐലൻഡ് അല്ലേ? ഓ ഇവിടെ നോക്കിയടാ അവിടേക്ക് എന്ത് രസമാണ്. ഇതൊക്കെ കോറല് പൊട്ടി അടിഞ്ഞേക്കുന്നതാണ് കേട്ടോ. ഈ മണ്ണ് ആക്ച്വലി ഇത് മണ്ണല്ല, ഇത് കോറലിന്റെ പൊടിയാണ് അല്ലേടി?
പൊടിഞ്ഞ് ആ അറിയായിരുന്നോ? ഓ മലയാളം ഇല്ല. ഹലോ ബ്രോ, നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നു. ഹലോ ബ്രോ. ഭാഷ അറിഞ്ഞിടാത്തതിൻ്റെ ഓരോ കഷ്ടപ്പാടുകളെ. ഹലോ നമസ്കാരം ബ്രോ. ഈ ഐലൻഡ് എത്ര ഉണ്ട് വീതിയും ദൂരമൊക്കെ? ഇതോ? ആ ഇത് കിലോമീറ്റർ. 1 കിലോമീറ്റർ തികച്ചില്ലാത്ത ഒരു കുഞ്ഞ് ഐലൻഡിലാണ് ഗൈസ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ അതെന്താ ഇതെന്താ ഈ സ്തൂപം? അശോക സ്തംഭല്ലേ? ആ അശോക സ്തംഭമാണോ ഇത്? ഓ നോക്കട്ടെ. ഓ എന്ത് രസം ഗൈസ്, ഇത് കൊതിയാവണം കേട്ടാ. ആ എടാ പൊളിച്ച്. അതില് വന്ന് ഏതോ തെണ്ടികൾ കുത്തി വരച്ച് വെച്ചേക്കണം. ഷാഹു. അയ്യോ പി എഴുതി വെച്ചേക്കണം. നീ ഇവിടെ വന്ന് എഴുതിയാ? അശോക സ്തൂപം അടിപൊളി. ആ ഇവിടെ വന്നൊരു ഫോട്ടോ എടുക്കാം. എടാ എന്ത് രസം നോക്കിയ കേസ്, ഈ കോറൽസ് കിടക്കണതാണ്. ഇതൊരു വലിയ തെങ്ങിന്റെ കുറ്റി. ആഹാ ആഹാ. ഈ വെള്ളത്തിനകത്ത് ഇറങ്ങി കോറൽ പറിക്കാൻ പാടില്ല. എടാ അങ്ങോട്ട് നോക്കി എന്ത് രസമെന്നല്ലേ. ഇവിടെയൊക്കെ ചുമ്മാ ഇറങ്ങി പോവാം കേട്ടാ. നമുക്ക് ഇവിടെ ഒന്നും വലിയ ആഴമില്ലാത്ത സ്ഥലങ്ങളാണ്. ഇപ്പൊ പോണ്ട, നമ്മള് റെഡി അല്ലല്ലോ. മുട്ടുവരാനാണോ? എടാ അങ്ങോട്ട് ഇറങ്ങണോ? എന്ത് പറ്റിയടാ മോനെ? ആ ഓക്കെ. ഗൈസ് ഈ കിടക്കുന്നയൊക്കെ കടലിൽ നിന്ന് പൊടിഞ്ഞു വന്ന് കരയിൽ അടിഞ്ഞ കോറൽസ് ആണ് കേട്ടാ. ഇത് വേറെ തന്നെ ഒരു ഫീൽ ബീച്ച് കേട്ടാ. നമ്മൾ ബാലി പോയപ്പോൾ ഓർമ്മയുണ്ട, നമ്മളൊരു ഐസൊലേറ്റഡ് ഐലൻഡിൽ പോയില്ലേ, അപ്പോൾ അവിടെ ഇതുപോലെ ഒരു കോറൽ ഉണ്ടായിരുന്നു. ഓ ഇത് എന്ത് രസം. അവൻ്റെ പാറ്റേൺ നോക്കിയ നിങ്ങൾ, ഭൂമിയുടെ ഓരോരോ മാർവൽസ്. അടിപൊളി ഗൈസ്. എനിക്ക് തറയിൽ കിടന്നൊരു ഷെല്ല് കിട്ടിയേ. ഷെല്ലിനെ എടുത്തപ്പോ നോക്കിയാണ് ഗൈസ്, അതിന്റെ അകത്തുനിന്ന് ആരെ ഇറങ്ങി വരണം. ആരടാ നീ? അയ്യോ ഇപ്പൊ കേറും കേട്ടാ. അയ്യോ എന്നെ കടിക്കണേ വിടൂലടാ. പോട്ടേട്ടാ ഒക്കെ മോനെ. ഓക്കെ ഇപ്പൊ നടന്നു പോകും. അതിപ്പോ വിചാരിക്കേ ഏതോ ഒരു ഭീമാകാര സത്വം വന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ എയറിലായിരുന്നു. വളരെ മൈന്യൂട്ട് ആയിട്ടാ കാണാൻ പറ്റും. ഭയങ്കര രസം കേട്ടോ. ഇതൊക്കെ ലൈഫിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്ററിനകത്ത് മാത്രം വീതിയും നീളമുള്ള ഒരു ഐലൻഡ് അവിടെ നമ്മൾ പൊളിക്കുകയാണ്. അങ്ങനെയല്ല, നമ്മൾ എൻജോയ് ചെയ്യാണ്. ഗൈസ് എന്റെ ഒരു ചങ്ക് സബ്സ്ക്രൈബർ എനിക്ക് കിട്ടിയിരിക്കുന്നു. എടാ നീ മഴവില് വന്നിരുന്നാ? എന്ന്? എന്തിന്? എന്നിട്ട് എങ്ങനെ വന്ന? ബോട്ടിലാ? ഫ്ലൈറ്റിലാ? ആണാ? എന്നിട്ട് നീ ഇവിടെ എന്നെ കാണുമെന്ന് പ്രതീക്ഷിച്ചോ? സർപ്രൈസ് ആയടാ. ഞങ്ങളിപ്പോ അവിടെ ഇങ്ങനെ സംസാരിച്ചിട്ട് വന്നു. ഇങ്ങനെ മറ്റാള് അടിപൊളി. ഇത് കാർത്തികാണ് ഗൈസ്, നമ്മുടെ ഒരു ചങ്ക് സബ്സ്ക്രൈബർ ആണ്. മെറ്റ ഒരു ഗ്ലാസ് കിട്ടിയതാ. ഞാൻ ഇൻസ്റ്റാഗ്രാം ഐഡി 2019 ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ എന്റെ ശരിക്കും പേര് 100-ലാണല്ലേ? അടിപൊളി. നിന്നെ എന്തായാലും കാണുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. അങ്ങോട്ട് എത്താം. നീ അങ്ങോട്ട് വരുമോ? സെറ്റ്. അപ്പൊ കാണാം. നീ ആരുടെങ്കിലും കൂടെ വന്നതാണ് ഇപ്പൊ അങ്ങോട്ട്? ഗസ്റ്റ് ഉണ്ട്. അടിപൊളി. നടക്കട്ടെ മുത്തേ, കാണാൻ കേട്ടാ. സെറ്റ്. പാക്കേജ് ആയിട്ടാണ് വന്നത് അല്ലേടാ? അയ്യോ ബൈ ദ ബൈ, നമ്മുടെ പാക്കേജ് വന്ന നമ്മുടെ ടൂർ ടൂറിസ്റ്റ് ഏജൻസിയുടെ പേര് പറയാൻ മറന്നുപോയി. വെഞ്ചൂർ ഹോളിഡേയ്സ്. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. അടിപൊളി. അപ്പൊ കാണാടാ മുത്തേ രാത്രി. അവ എന്ത് പറയണോന്നൊരു ഐഡിയ ഇല്ലാതെ നിൽക്കുകയാണ്. എന്റെ പൊന്നെ കേസ്, അത് ഭയങ്കര ഒരു സർപ്രൈസ് ആയിപ്പോട്ടെ. ഇവ എനിക്ക് പണ്ട് മുതൽക്കേ മെസ്സേജ് ഇട്ടിട്ടുള്ള, 2019 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്ളോഗ് തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഞാനുമായിട്ട് ചാറ്റ് ചെയ്തിട്ടുള്ള പയ്യനാണ്. അപ്പൊ ഇവൻ കുറച്ചു ദിവസം മുന്നേ മഴവില്ലിൽ വന്നിരുന്നെന്ന്. സർപ്രൈസ്. ഞാൻ സർപ്രൈസ് ആയിട്ട്. പക്ഷെ അവൻ മഴവില്ല് വന്നത് ഞാൻ അറിഞ്ഞില്ല കേട്ടാ. സ്മോൾ വേൾഡ്. നീ ആലോചിക്കണോടാ, ലക്ഷദ്വീപ് നിന്ന് അവൻ എറണാകുളത്ത് വന്നിട്ട് എന്നെ കാണാൻ പറ്റാതിരുന്നപ്പോഴാണ് ഒരു കാലം ഇല്ലാതെ ഞാൻ എറണാകുളത്തോട്ട് വന്നത്. ദൈവം വർക്ക്സ് ഇൻ മിസ്റ്റീരിയസ് വേ. ലക്ഷദ്വീപിലോട്ട്
എറണാകുളത്തുള്ള കണ്ടതിന്റെ ഒരു ഹൈപ്പിൽ പോയതാണ്. ഓക്കെ, ഞങ്ങൾ ബാക്കി ടൂർ കണ്ടിന്യൂ ചെയ്യട്ടെ. സുഹൃത്തുക്കളെ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത് റൊമാൻ കപ്പിൾ റീൽസ് എടുത്തുകൊണ്ടിരിക്കുന്ന നന്ദുവും പാറും. ആഹാ, എന്താടാ പാല് തൈര് കടയുന്ന എന്താ എന്താ അവിടെ എടി? ആ ആ ഓക്കെ. ആര് ആര് ഇത് എന്നെ നന്ദുവിനെ പറ്റി പറയുന്നതാണ്. വേണ്ട കേട്ടോ, ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് കേസ് ഗൈസ്. ഇവിടെയും ഡ്രോൺ പറത്താൻ നോക്കി, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എയർക്രാഫ്റ്റ് ഇൻ ഓതറൈസേഷൻ സോൺ അൺഎബിൾ ടു ടേക്ക് ഓഫ് ബിഫോർ അൺലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറക്കാൻ പറ്റൂല. ഈ സാധനം ഉണ്ടല്ലോ ഗൈസ്, ഇത് പൊങ്ങണമെങ്കിൽ നമ്മൾ ലീഗലായിട്ടുള്ള സ്ഥലത്താണെങ്കിൽ ഇത് പൊങ്ങോളും. അങ്ങനെ ഒരു ഗുണമുണ്ട് ഇതിന്. അപ്പം എവിടെയെങ്കിലും പൊങ്ങി പോകണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ആ ഇത് നോ ഫ്ലൈ സോൺ ആണ്, ഇവിടെ പറത്താൻ പറ്റൂല. എവിടെയെങ്കിലും പെർമിസിബിൾ ആയിട്ടുള്ള സ്പോട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ പറത്തി കാണിച്ചു തരാം കേട്ടാ. എന്റെ എപ്പിക് ഡ്രോൺ ഷോട്ടുകൾ വീണ്ടും വീണ്ടും പാളിക്കൊണ്ടിരിക്കുകയാണല്ലോ ഗൈസ്. ഡ്രോൺ പറത്താൻ പറ്റാത്തതിന്റെ വിഷമത്തിൽ ഇരുന്നപ്പോഴത്തേക്കും കുടുംബത്തോടെ നീ പൊക്കിക്കൊണ്ടുവന്നാടാ. എണ്ണ പിന്നെ എത്ര എണ്ണം ഉണ്ടെന്ന്? ഇതാണ് മൂത്ത, ഇതാണ് അച്ഛനെന്ന് തോന്നുന്നു കേട്ടാ. ഒപ്പോ ഇത് കടിച്ച വേനിക്ക് വരും കേട്ടാ. കടിച്ചല്ലേ? ആണ്ട കൈസ്, ഇത് ടെററാണ് കേട്ടാ. ഇവൻ ടെററാണ്. എനിക്ക് ഷെൽഫിഷ് അലർജി ആയ നിന്റെ ഭാഗ്യം കേട്ടാടാ. ഞണ്ടേ സത്യം ഇതിനെയൊക്കെയാണ് തിന്നോണ്ടിരുന്നത്. അയ്യോ എന്ത് രസം കൈസ് അത്. അറാ നീ അറാ കാർത്തിക് സൂര്യ വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യോ? ഓക്കെ, ആഫ്റ്റർ എ ലോങ് ഫോട്ടോഷൂട്ട് ഡ്രോൺ പറത്തി ഫെയിലായ സെഷൻ ഞങ്ങൾ പതുക്കെ ഈ കുഞ്ഞു ബീച്ചിനോട് വിട പറയുന്നു. ഭയങ്കര രസം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പീസ്ഫുൾ ആണ്, ഭയങ്കര ചില്ലാണ്, വൈബാണ് പറഞ്ഞു കഴിഞ്ഞാൽ. അതൊക്കെയാണ് എന്തോരം ഫോട്ടോ സ്പോട്ടുകളാണെന്ന് അറിയാം. ഓവർ ക്രൗഡഡ് അല്ലാതെ നമുക്ക് വന്ന് നിന്ന് വീഡിയോയോ ഫോട്ടോയോ ഒക്കെ എടുക്കാൻ പറ്റുന്ന സ്ഥലം. എന്റെ ഫാനാണെന്ന് തോന്നുന്നു. ഫാനല്ലേ? ചിലര് പറയുകയാണെങ്കിൽ ചെന്നിട്ട് ഇങ്ങനെ കവിളിലൊക്കെ പിടിച്ച് എനിക്കാണെങ്കിൽ ശകല മയം കാണും. ഒരു മയോ ഇല്ലടാ, മാന്തി പൊളിച്ച്. ബാ, പിന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെ ഫോട്ടോ എങ്ങനെയുണ്ട്? എന്റെ നന്ദുവിന്റെ സത്യം പറഞ്ഞാൽ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഇതരടാ. എനിക്ക് സാറ്റിസ്ഫാക്ഷൻ വന്ന അതിന് മാത്രമേ ഉള്ളൂ. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഇതൊക്കെ ചുമ്മാ, ഇതൊക്കെ നമ്മളുടെ ഓരോ നമ്പർ അല്ലേ. ഞാൻ പാറപ്പുറത്ത് നിന്ന് ഫോട്ടോ എടുത്തു തരുമോ? ഞാൻ ആ പാറപ്പുറത്ത് പോയി നിൽക്കാം. ഇവിടെ ആ പാറപ്പുറത്ത് ഫോട്ടോ എടുത്തിട്ട് വരാം. എടാ നന്ദു, ഈ കോറൽ ഭയങ്കര ഷാർപ്പാണ്, കൊണ്ടാ മുറി ശ്രദ്ധിക്കണം കേട്ടാ. നിനക്ക് നിന്റെത് കൊണ്ടാ. യാ ഗൈസ്, സോ ഞങ്ങൾ മുറിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പറയാണ് കോറൽ വളരെ ഷാർപ്പാണ്. ഇവിടെ മുട്ടുകാലും കൊണ്ട് പോവുകയാണെങ്കിൽ കുളക്കും. പുറത്തിറങ്ങി കഴിയുമ്പോൾ നീറും, അപ്പോഴാണ് അറിയണത്. ഓക്കെ ഗൈസ്, രണ്ട് ഭാര്യമാരും കൂടെ അവിടെ നിന്നിട്ട് ഫോട്ടോഷൂട്ടും ബഹളമൊക്കെ. പിള്ളേർ കരുണാനിധിയാ. ഓ ഗൈസ്, ഇവിടുത്തെ ഫോട്ടോഷൂട്ടും ബാക്കി കാര്യങ്ങളൊക്കെ കടന്ന് എനിക്ക് ഒരൊറ്റ വിഷമേ ഉള്ളൂ ഗൈസ്. എനിക്ക് എൻ്റെ എപ്പിക് ഡ്രോൺ ഷോട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല. രാവിലത്തെ പോലെ ഒന്നുകൂടെ കാണിച്ചു കൊടുക്കേ. അത് വരും ഗൈസ്. ബട്ട് നമ്മൾ ഇവിടത്തെ വന്നതിന് ശേഷമുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഭയങ്കര രസമായിരുന്നു ഗൈസ്. ഇതുവരെ കണ്ടതൊക്കെ അടിപൊളി. പിന്നെ സ്പെഷ്യൽ താങ്ക്സ് ടു വെഞ്ചൂറ ഹോളിഡേയ്സ്, അവരുടെ പേര് പറയാൻ പറ്റും. കുറെ ഞണ്ടുകളുണ്ടല്ലേ ഈ കാണുന്ന കാട്ടിന്റെ അകത്തൊക്കെ ഞണ്ടുകളുണ്ട് കേട്ടോ. ഇത് കഴിക്കുന്ന ഞണ്ടല്ലെന്ന് തോന്നുന്നു. ആ പാറു, ഇതിന്റെ പേരെന്തായിരുന്നു? കള്ളിയോ? കണ്ണിയോ? എന്തിന്റെ കണ്ണി? കണ്ണി. ആ കള്ളിന്നൊക്കെ. അപ്പൊ ആണ് കേസ്. ഇനി പതുക്കെ ഞങ്ങള് തിരിച്ചു പോട്ടെ. അപ്പൊ തിരിച്ചു പോയിട്ട് ഇന്ന് രാത്രി ഇവിടത്തെ ചെറിയ ചെറിയ ഫുഡൊക്കെ കഴിച്ച് ചില്ലിങ് ആയിരിക്കും. ആ നമുക്ക് ഉച്ചയ്ക്ക് ഗൈസ് ഞാൻ ഫുഡ് കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദാൽ ചാവലായിരുന്നു. അപ്പൊ അത്ര ലക്ഷദ്വീപി ഫുഡ് അല്ല. ലക്ഷദ്വീപി ഫുഡ് വരട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അതല്ലേ ഹീറോയിസം. പാറു, എങ്ങനെയുണ്ട് ട്രിപ്പ്? അതെ, ഇഷ്ടപ്പെട്ട ഇതുവരെ? സെറ്റ്. ഓ മനോഹരമായ കടൽ. ഓ കടൽക്കരയിലൂടെ നടന്നു പോകുന്ന എന്റെ സഹധർമ്മിണി. ഓൾസോ ഗൈസ്, നമ്മൾ ഈ ഐലൻഡിൽ നിന്ന് പോകുന്നതിന് മുന്നേ നമ്മളെ ഇന്ന് ഇവിടെ വന്നപ്പോഴത്തേക്കും ഫോട്ടോ എടുക്കാനും ബാഗ് പിടിക്കാനും കൊച്ചിനെ എടുക്കാനൊക്കെ സഹായിച്ച എല്ലാവരും പരിചയം. നിന്റെ പേരെന്താടാ? പ്രണോയ്. നിന്റെ പേരെന്താടാ?
അനസ്. നീ വ്ളോഗറാണോ? ഏതാ എന്റെ ചാനല്? ഫുഡ് വ്ളോഗാണോ? അടിപൊളി. ആ ഹലോ ഹലോ. എന്റെ പേരെന്നായിരുന്നു? മാനുവൽ. നൈസ് ടു മീറ്റ് യു എല്ലാവരും. ഹലോ, നമസ്കാരം. അപ്പോൾ ഇനി ഞങ്ങൾ തിരിച്ച് പോവാണ്. ഫുഡൊക്കെ ഇവരെല്ലാവരും ഒന്ന് സെറ്റ് ചെയ്യാൻ തോന്നിയിരിക്കുന്നത്. കഴിഞ്ഞ അടുത്ത 2 ദിവസം ഫുള്ള് മെയിൻ ഫുഡുകളല്ല, കുറെ ഐറ്റംസ്. ഇന്ന് രാത്രി എന്തെങ്കിലും ഉണ്ടോ? ഇന്ന് രാത്രി ചെറുതായിട്ടുണ്ട്. ഓക്കെ. ഓ, ഇതിലെ ലൈറ്റ് ആയിരിക്കും ഇപ്പൊ എന്റെ മുഖത്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് നമ്മളുടെ ഈ ഐലൻഡിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ. വാട്ട് എ ബ്യൂട്ടിഫുൾ സൺസെറ്റ്. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ വാട്ട് എ ബ്യൂട്ടിഫുൾ സൺസെറ്റ്. അതെ, നമ്മുടെ ചേട്ടൻ ബോട്ട് റെഡിയാക്കുകയാണ്. ഇറങ്ങി പോവാൻ ചേട്ടാ നമുക്ക്. സീസോൾ ചേട്ടന്. ഗൈസ്, ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഡേ. എങ്ങനെയുണ്ടായിരുന്നു? പൊളിച്ചില്ലേ? ആദ്യത്തെ വന്നിറങ്ങിയ ദിവസം നമ്മൾ കലക്കി. ഇനി അങ്ങോട്ട് എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് ഓർത്തിട്ട് തന്നെ എക്സൈറ്റ്മെന്റ്. നമ്മൾ ഇതുവരെ ഇവിടുത്തെ മീന് കഴിച്ചില്ല, എപ്പിക് ഡ്രോൺ ഷോട്ട് കണ്ടില്ല, ഇനി എന്തൊക്കെ വരാൻ കിടക്കുന്നത്. വേറെ ലെവലിൽ പോകും ഗൈസ് നമ്മള്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ കൂടെ പോലെ. അപ്പൊ എന്തായാലും ഗൈസ്, ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ചിട്ടാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ഐക്കൺ കൂടെ ഞെക്കിക്കോ. ബൈ. For information regarding installation, please support in case an emergency cabin crew should assist you with